ഹലോ ഓൾ, ഇന്ന് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ആദ്യം തന്നെ പറയട്ടെ, യു ആർ വാട്ട് യു ഈറ്റ്. ഓക്കെ, അപ്പം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റിലാണ് കേട്ടോ. ഡോക്സിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. എനിക്ക് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ടാബ്ലറ്റ് എടുത്തിട്ടാണ് ഞാൻ എം ടി സ്റ്റൊമക്കിലാണ് ടാബ്ലറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം കുറച്ച് വെള്ളവും കുടിക്കും. അതിന് ശേഷം എനിക്ക് കുറച്ച് പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ പാൽ എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഹോർലിക്സ് ഇട്ടിട്ടാണ്. അത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. യൂഷ്വലി പുട്ട്, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്ന് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും എഗ് റോസ്റ്റും ആണ്. എനിക്കിപ്പോൾ നോൺ വെജിനോട് ഒന്നും താല്പര്യമില്ല, എഗ്ഗ് ആണെങ്കിലും അതെ. പക്ഷേ ഇപ്പം കഴിക്കേണ്ടതുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറാണ്. എനിക്ക് ചോറിന് ഇന്നുണ്ടായിരുന്നത് മത്തനും പയറും എരിശ്ശേരിയാണ്. പിന്നെ ചീരത്തോരൻ, സോയാബീൻ, അതുപോലെ സംഭാരം. എനിക്കിപ്പം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മോര് അല്ലെങ്കിൽ സംഭാരം കഴിക്കാനാണ് കേട്ടോ. നോൺ വെജിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇടയ്ക്ക് ഊണ് കഴിച്ചിട്ടുള്ള ഒരു 3 o'clock ആകുമ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കും. മറ്റുള്ള നട്ട്സൊന്നും ഇല്ല കേട്ടോ. വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കതൊന്നും വലിയൊരു ഇഷ്ടമില്ല. അപ്പം ഡേറ്റ്സ് ഞാൻ ഇടയ്ക്ക് ഒരു 1-2 എണ്ണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ, ഇപ്പം ഡെയിലി അമ്മ ലീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കി തരും. ഇന്ന് വട്ടയപ്പമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ചായയും കുടിച്ചു. ചായയും ഞാൻ അങ്ങനെ ഇപ്പം അധികം കുടിക്കാറില്ല. ഇപ്പോഴാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ നൈറ്റ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു 7-8 മണിക്കുള്ളിൽ ഞാൻ കഴിക്കും. ദോശയാണ്. അത് ചിലപ്പോൾ ദോശയായിരിക്കും, ചിലപ്പോൾ പുട്ടായിരിക്കും. ദോശയും ചമ്മന്തിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായ, അതൊക്കെയാണ് കഴിക്കുക. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, എനിക്ക് മറ്റൊരു ഫുഡിനോടും ഇപ്പോൾ ക്രേവിങ്സ് ഇല്ല. എനിക്ക് ആകെ ക്രേവിങ്, ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറി മിൽക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അത് വാങ്ങി വെച്ചിട്ട് ഞാൻ അതും കഴിക്കാറുണ്ട്. അത് ഹെൽത്തി അല്ല എന്നാലും. താങ്ക്